Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ് ഇംഗ്ലീഷിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓൾറെഡി നമ്മൾ 119 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെറ്റ് ഇംഗ്ലീഷിന്റെ ഡിസംബർ സൈക്കിൾ ജനുവരിയിൽ നടന്ന എക്സാം ആണ്. സോ 2025 റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലൈക്ക് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ഒക്കെ തന്നെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ either നിങ്ങൾക്ക് വീഡിയോസിലൂടെ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീഡിയോസ് കാണാം, സ്വന്തമായിട്ട് തന്നെ റെഫർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചിട്ട് പോകണം കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉപകാരപ്രദം എന്ന് പറയുന്നത്. ഇതിന്റെ ഒന്നും ഉത്തരങ്ങൾ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 150 ചോദ്യങ്ങളുടെ ഉത്തരം കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 ദിവസം അതിനുവേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി പവർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. എന്നാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അതേ ചോദ്യം തന്നെ കാണാതെ പഠിച്ചു വെക്കുന്നതല്ല നമ്മുടെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. പലർക്കും അങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെ അങ്ങനെയുള്ള ചിന്താഗതികൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ മാറ്റണം. നമുക്ക് എപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് അതിന്റെ ഓപ്ഷനുകൾ കൂടെ പഠിക്കണം. ഓപ്ഷനിൽ നിന്ന് ഇനി എന്ത് ചോദിക്കാം? എന്തായാലും നമ്മുടെ 150 ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് 51 മുതൽ 150 വരെ ഉള്ളതാണ് പാർട്ട് 2 ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. ഇതിന്റെ ഒരു നല്ല ശതമാനം ചോദ്യങ്ങൾ, ഒരു 10% എങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് ആവർത്തിക്കപ്പെടും. കാരണം ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചറിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങൾ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിൽ ചോദിക്കും. സോ അതുകൊണ്ട് ഓപ്ഷൻസും കൂടെ പഠിച്ച് പോവുക. വിച്ച് ഓഫ് ദി ഫ്ലോവിംഗ് പോംസ് യൂസ് ടെർസ റിമ? ഓക്കെ, ടെർസ റൈമ അല്ലെങ്കിൽ ടെർസ റൈമ എന്നും റിമ എന്നും പറയാറുണ്ട്. രണ്ടും കറക്റ്റ് ആട്ടോ. ചില ആൾക്കാർ കൗണ്ടർ ചെയ്യാറുണ്ട്, ലൈക്ക് ഇപ്പം റിമ അല്ല റൈമയാണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ കാണാൻ പറ്റും. എന്നാലും നമ്മൾ പണ്ട് മുതലേ ശീലിച്ചത് ടെർസ റൈമ എന്ന് പറഞ്ഞായിരിക്കും അല്ലെ. റൈം സ്കീമും റൈമും ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് റൈമ എന്നായിരിക്കും ഇതിനെ കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നോക്കിക്കോ, ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗിൾ നമുക്കുണ്ട്. ഓടാണ്, പോയിട്രി ആണ്. PB ഷെല്ലിയുടെ നമ്മുടെ എന്താണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. വെസ്റ്റ് വിൻഡിന്റെ ഒരു ബ്രദർ ആയിട്ടൊക്കെ തന്നെ ഇവിടെ ഷെല്ലി കാണുന്നുണ്ട്. വില്യം വോൾസ്വർത്തിന്റെ സോളിറ്ററി റീപ്പർ നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഒരു പെൺകുട്ടി എന്താണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണ്, അവളുടെ ജോലികളൊക്കെ ചെയ്ത് അവൾ ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷത്തോടു കൂടി പോവാണ്. വേൾസ്വർത്ത് തന്റെ വിഷമത്തിലുള്ള അവസ്ഥയിലാണ് ഈ കുട്ടിയെ കാണുന്നത്. ഈ കുട്ടിയെ കാണുമ്പോൾ അവളുടെ സന്തോഷം കാണുമ്പോൾ വേൾസ്വർത്ത് അവളെ ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് ടു മേക്ക് ഹിസ് മൈൻഡ് ഓൾസോ പീസ്ഫുൾ. അടുത്ത നമ്മുടെ ആൽഫ്രഡ് ലോ ടെനീസൺ, പോയറ്റ് ലോറേറ്റ് ഒക്കെ ആയിരുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിലെ എഴുത്തുകാരനാണ് നമ്മുടെ ടെനീസന്റെ യുലൈസിസ്. ഓക്കെ, യുലൈസിസ് എന്ന പേരിൽ നമുക്കൊരു നോവലും കൂടെ എഴുതിയിട്ടുണ്ട്. അത് ആരാ എഴുതിയത്? ഒന്ന് കമന്റ് ചെയ്യണേ അറിയാവുന്നവര്. ഞാൻ ആൻസറും പറയാം. സോ എന്താണ് യുലൈസിസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ആ ഒരു നോവൽ എഴുതിയത്, 1922 നോവൽ എഴുതിയത് നമ്മുടെ ജെയിംസ് ജോയ്സ് ആണ് കേട്ടോ. അപ്പൊ പറഞ്ഞേ, നമ്മുടെ ടെർസ റൈമ ഉപയോഗിച്ചിട്ടുള്ള കവിത ഏതാണ് ഈ കൂട്ടത്തിൽ? വിച്ച് ഓഫ് ദി ഫ്ലോവിംഗ് പോംസ് യൂസസ് ടെർസ റൈമ? ടെർസ റൈമ ഉപയോഗിച്ച കവിത. ടെർസ റൈമ എന്താന്നൊക്കെ നമ്മൾ ഇനി തുടർന്ന് എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ഉത്തരം വരുന്നത് PB ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആണ് കേട്ടോ. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടെർസ റൈമ ടെക്നിക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. എന്നാൽ ഓഡ് ടു നൈറ്റിംഗിളിലും സോളിറ്ററി റീപ്പറിലും യുലൈസിസിലും ഒക്കെ വളരെ മികച്ച ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെർസ റൈമ അല്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡിനെ കുറിച്ച് നോക്കണം. എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? നമ്മുടെ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള ഷെല്ലിയാണ്. PB ഷെല്ലി, പേഴ്സി ഷെല്ലി. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് കൺസിസ്റ്റ് ഓഫ് 5 സെക്ഷൻസ്. 5 സെക്ഷനുകളുണ്ട്. വേറെ ഒരു 5 സെക്ഷനുള്ള കവിത നമുക്കറിയാം, വേസ്ലൻഡ്, TS എലിയറ്റ്. ഓക്കെ, കാൻറ്റോസ് റിട്ടൺ ഇൻ ടെർസ റൈമ. ടെർസ റൈമയിൽ എഴുതിയിട്ടുള്ളതാണിത്. ഓക്കെ, കാൻറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് കവിതകൾ എഴുതുമ്പം പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള പ്രയോഗം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാൻറ്റോ 1 കാൻറ്റോ 2 എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു സെറ്റ് ഓഫ് ലൈൻസ്, അത് ഒരു ചെറിയ ഗ്യാപ്പ്, കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാൻറ്റോ 1 കഴിഞ്ഞ് കാൻറ്റോ 2 തുടങ്ങുന്നിടത്തായിട്ട്. Each section consists of 4 tercets: ABA, BCB, CDC, DED. Okay, ABA, BCB, CDC, DED. And a rhyming couplet EE. The ode is written in iambic pentameter. ഓഡുകൾ എഴുതിയിരിക്കുന്നത് iambic pentameterലാണ്. The poem begins with 3 sections describing the wind's effect upon earth, air and ocean. 3 സെക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വെസ്റ്റ് വിൻഡ് എങ്ങനെയാണ് എർത്തിനെ ബാധിക്കുന്നത്. എയറിനെ കൺട്രോൾ ചെയ്യുന്നത് പോലും വിൻഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഷൻ. ഓക്കെ, ഓരോന്നിനെയും എങ്ങനെയാണ്, എയറും വിൻഡും ഡിഫറെന്റ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ അതിപ്പം നോർമൽ ആയിരിക്കും, എന്നാൽ ഒരു വലിയ വിൻഡ് അല്ലെങ്കിൽ ഒരു ബ്രീസ് ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഡീവിയേഷൻ, ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല രീതികളിൽ ഇവിടെ നമ്മുടെ വെസ്റ്റ് വിൻഡ് ആക്ട് ചെയ്യുകയാണ്. വെസ്റ്റ് വിൻഡ് ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്. എന്തിനേയും
മുന്നോട്ട് നയിക്കാനായിട്ടുള്ളത്, എന്തിനേയും കളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ടാണ് ഇവിടെ ഷെല്ലി വെസ്റ്റ്വിൻഡിനെ കാണുന്നത്. ഓക്കെ, റൈം സ്കീം ഇവിടെയുണ്ട്. ടെർസ റൈമ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ പോയിറ്റ് നമ്മുടെ ഡാൻറ്റെ കൊണ്ടുവന്നതാണ്. ഡാൻറ്റയുടെ ഡിവൈൻ കോമഡി അറിയാലോ, കവിതയാണ്. അതിനകത്താണ് ആദ്യമായിട്ട് ടെർസ റൈമ ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത്. ലേറ്റ് 13th സെഞ്ചുറിയിലുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 3 പാർട്ട് എപ്പിക് പോം ഡിവൈൻ കോമഡിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ടെർസ റൈമ ഈസ് എ റൈം സ്കീം ദാറ്റ് യൂസസ് ടെർസെറ്റ് ഓൺ ദ 3 ലൈൻ സ്റ്റാൻസസ്. ഓക്കെ, ടെർസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വരികൾ വെച്ചിട്ട് വരുന്ന സ്റ്റാൻസുകൾ നമുക്ക് കാണാൻ പറ്റും. സാധാരണയായിട്ട് സ്റ്റാൻസ് വരുമ്പോൾ 4 വരി 5 വരിയൊക്കെയാണ്, ഇത് 3 വരിയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ടെർസ 3 and a pattern of interlocking end rhymes that occur at the end of the lines. Okay, ഓരോ ലൈൻസിന്റെ അവസാനമായിട്ട് റൈംസ് എൻട്രി ചെയ്യുന്നതായിട്ടും റൈംസ് ഒക്കർ ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ ടെർസ റൈമ ആരാണ് ഇൻവെന്റ് ചെയ്തതെന്നൂടെ നമ്മൾ പഠിച്ചു. ആരാണ്? നമ്മുടെ ഡാൻറ്റെയാണ് കേട്ടോ. നമ്മുടെ ഡിവൈൻ കോമഡി ഒക്കെ എഴുതിയിട്ടുള്ള 13th സെഞ്ചുറിയിലെ ഡാൻറ്റെയാണ് ഇതിന്റെ പിന്നിലുള്ള ആളെന്ന് പറയുന്ന ഇറ്റാലിയൻ ആണ് അദ്ദേഹം. അടുത്ത ഓഡ് ടു എ നൈറ്റിംഗൽ ഉണ്ട്. ജസ്റ്റ് അതെന്താന്നൂടെ ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. കീറ്റ്സിന്റെ കവിതയാണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. Written in the garden of the Spaniards in Hampstead, London, or according to Keats' friend Charles Armitage, under a plum tree in the garden of Keats' house at Winworth Place, also in Hampstead. ജസ്റ്റ് നോക്കി വെച്ചോണേ. ചില ഏൾസിന്റെ ഒക്കെ പേര് പരീക്ഷയിൽ വരാറില്ലേ? എന്നാൽ അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഓഡ് ടു എ നൈറ്റിംഗൽ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ റൈറ്റർ എഴുതുന്നത്. ചില ഓടുകളിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് അതിന്റെ ഡെപിക്ഷൻ എന്നൊന്നും പറയാറില്ല. പക്ഷെ ഓഡ് ടു ദ നൈറ്റിംഗലിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം ഹാംസ്റ്റഡിലാണ്. ഓക്കെ, ഹാംസ്റ്റഡിലാണ് ഇതിന്റെ സെറ്റിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. either it will be in the gardens of the Spaniards inn, ചിലപ്പോൾ സ്പാനിയാർഡ്സ് ഇന്നിന്റെ ഗാർഡനിലാവാം, ഓർ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പറയുന്ന ഒരു റെഫറൻസ് പ്രകാരം അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ചാൾസ് ആർമിറ്റേജ് ബ്രൗൺ പറയുന്നത് നമ്മുടെ കീറ്റ്സിന്റെ തന്നെ വീട്ടിൽ അതൊരു പ്ലം ട്രീയുടെ അണ്ടറിൽ ഇരുന്നിട്ടാണ് ഇത് എഴുതുന്നതെന്നാണ്. കീറ്റ്സിന്റെ പ്രത്യേകത അറിയാലോ, നെഗറ്റീവ് കേപ്പബിലിറ്റി അടക്കമുള്ള ഐഡിയാസ് പോപ്പുലറൈസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ടൈം സ്പാൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. അടുത്ത നോക്കിക്കോ, സോളിറ്ററി റീപ്പർ ആണ് നമുക്ക് വരുന്നത്. സോളിറ്ററി റീപ്പർ ഈസ് എ ലിറിക് പോം. ഇതൊരു ലിറിക് പോം ആണ് ബൈ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ് വില്യം വേൾസ്വർത്ത്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ് ആയിട്ടുള്ള വില്യം വേൾസ്വർത്തിന്റെ ഒരു ലിറിക് പോം ആണ്. ആൻഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ വർക്ക്സ്. എഴുതിയിട്ടുള്ള വർക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. The poem was inspired by his and his sister Dorothy's stay at the village of Strathtyre in the parish of ബാങ്ക്ഹുഡർ ഇൻ സ്കോട്ട്ലൻഡ് ഇൻ സെപ്റ്റംബർ 1803. അതായത് 1803 നമ്മുടെ വേൾസ്വർത്തിന്റെ സഹോദരി ഇവർ ഭയങ്കര ഇന്റിമസിയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത സിബ്ലിങ്സും കൂടെയാണ്. ഓക്കെ, അപ്പോൾ വേൾസ്വർത്തിന്റെ സിസ്റ്റർ ആയ ഡൊറോത്തി വേൾസ്വർത്തും ചേർന്നിട്ട് അവരുടെ ആ ഒരു സ്കോട്ട്ലൻഡിലെ വാസം ആ സമയത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, ആ സമയത്ത് ഇദ്ദേഹത്തിന് കുറേ നല്ല മെമ്മറീസ്, നല്ല നല്ല കവിതകളൊക്കെ എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. നല്ല യാത്രകൾ ചെയ്യുമ്പോൾ നല്ല എഴുത്തുകാർ അത് അവരുടെ സർഗാത്മകത ഉണർത്താൻ കൂടെ ഉപയോഗിക്കും അല്ലേ. സോ അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ സോളിറ്ററി റീപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന മറ്റൊരു കവിത കൂടെ നമ്മുടെ വേൾസ്വർത്തിനുണ്ട്. അത് ഡാഫഡിൽസ് ആണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോ, യുലൈസിസ് ആണ് ഇനി ഉള്ളത്. യുലൈസിസ് ഒരു കവിതയാണ്, നോവലുണ്ട്, കവിതയുണ്ട്. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾക്ക്, കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ തന്നെ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട. യുലൈസിസ് കവിത എഴുതിയത് നമ്മുടെ ആൽഫ്രഡ് ലോർഡ് ടെനീസൺ ആണ്. ആൻഡ് യു കൻ ഓൾസോ സീ എ നോവൽ ബൈ ദ സെയിം നെയിം, യുലൈസിസ്, 1922 publication by our James Joyce. Ulysses is a poem in blank verse by the Victorian poet Alfred Lord Tennyson, written in 1833 and published in 1842 in his well-received second volume of poetry, an off-quartered poem. It's a popular example of dramatic monologue. Dramatic monologue-നുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, അതായത് ആത്മകഥ ഒക്കെ തന്നെ പറയുന്ന സോളോലോക്കി പോലെയാണ് ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. സോ അതിനുള്ള ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു യുലൈസിസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കൂട്ടത്തിൽ ടെർസ റൈമ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡിലാണ്. ഇനി ടെർസ റൈമ എന്താണ് എന്ന് നമ്മൾ നോക്കി. 3 വരികൾ വെച്ചിട്ട് വരുന്ന സ്റ്റാൻസുകൾ നമുക്ക് അതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത 120ാമത്തെ ചോദ്യമല്ലേ നമുക്ക് വേണ്ടത്, നോക്കാം.
Which of the following statements are true about modernism? വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ഇത്രയും ഓപ്ഷൻസും സ്റ്റേറ്റ്മെന്റുകളും ഒന്നും കണ്ട് നമ്മൾ പാനിക്ഡ് ആവേണ്ട ആവശ്യമില്ല. മോഡേണിസം എന്താണെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം അല്ലേ? നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ്, റെനൈസൻസ്, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിക്സ്, അതുപോലെ തന്നെ നമ്മുടെ റൊമാൻറ്റിക്സ് കഴിഞ്ഞു വരുന്നത് വിക്ടോറിയൻ, എഡ്വേർഡിയൻ, ജോർജിയൻ, മോഡേൺ. പിന്നെ ഒരു പീരീഡ് കൂടെ ഉള്ളൂ, അത് പോസ്റ്റ് മോഡേൺ ആണ്. നമ്മൾ ഏജ് വൈസ് ലിറ്ററേച്ചർ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് മോഡേണിസം? ഓക്കെ, ഔട്ട്സൈഡ് സ്റ്റുഡൻസ് ഉണ്ടാവും, അവരും കൂടെ കൃത്യമായിട്ട് ഇതൊന്ന് കേട്ടോണം, മനസ്സിലാക്കിക്കോണം, യൂസ് ചെയ്തോണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പീസ് ഓഫ് ഇൻഫർമേഷനും യൂസ് ചെയ്തോണം. നമ്മുടെ ഇൻഹൗസ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു ഐഡിയാസ് ഒക്കെ തന്നെ. നിങ്ങൾ എന്താണ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഏജ് വൈസ് ലിറ്ററേച്ചർ ഒക്കെ അറിയായിരിക്കും, അവർക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം മോഡേണിസം ഒക്കെ എന്താണെന്ന് ഇപ്പം നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെക്കുന്ന ഒരു സ്പിരിറ്റിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് മോഡേണിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവും. നോക്കിക്കോ, മോഡേണിസം മാർക്കഡ് ബ്രേക്ക് വിത്ത് ഫോർമൽ കൺവെൻഷൻസ്. ഫോർമൽ കൺവെൻഷൻസിനോട് ഒരു വിയോജിപ്പ് കാണിക്കുന്നതാണ് മോഡേണിസം. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യോ ആ സ്റ്റേറ്റ്മെന്റിനോട്? ഡു യു എഗ്രി? നോക്കിക്കോ, ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കാരണം വിക്ടോറിയൻ വരെ കാണുന്ന ട്രെൻഡ് അല്ല, പിന്നീട് ജോർജിയൻ വരെ കാണുന്ന ട്രെൻഡ് അല്ല. കാരണം മൊണാർക്സിന്റെയും അരിസ്റ്റോക്രാറ്റ്സിന്റെയും അണ്ടറിൽ ലിറ്ററേച്ചർ വളരെ കൺജസ്റ്റഡ് ആയിരുന്നു, തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി മോഡേണിസം വന്നപ്പോൾ. ഓൾഡ് വേസ് ഓഫ് തോട്ട് അണ്ടർ കൾച്ചറൽ ഷിഫ്റ്റ്, decline of liberal humanism, modernism revived classical scholarship. അത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല, കാരണം ക്ലാസിക്കൽ ട്രഡീഷനോട് അവർ കംപ്ലീറ്റ്ലി ഒപ്പോസ്ഡ് ആണ്. മോഡേണിസം പ്രൊമോട്ടഡ് ലോഗോസെൻട്രിക് വേ ഓഫ് തോട്ട്സ്. ഓക്കെ, ലോഗോസെൻട്രിക് വേ ഓഫ് തോട്ട്സ് ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും മോഡേണിസം അറിയാം, എന്നാൽ കുട്ടികൾ കൂടുതലും ചോദിക്കുക എന്താണ് അപ്പോൾ ഈ പോസ്റ്റ് മോഡേണിസം? സംഭവം ഇത്രയേ ഉള്ളൂ, മോഡേണിസം നമ്മുടെ ട്രഡീഷനോട് വിയോജിപ്പ് കാണിക്കുന്നു, ഒരു തരത്തിലുള്ള ട്രഡീഷന്റെ വാല്യൂസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ വന്നപ്പം അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്ന് നമ്മുടെ ട്രഡീഷനും ഒന്ന് നമ്മുടെ മോഡേണിസവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരെണ്ണം തന്നെ ട്രൈ ചെയ്യാതെ ഒരു ചേഞ്ചിന് വേണ്ടി മറ്റേതും കൂടെ യൂസ് ചെയ്യും അല്ലേ? സോ അതേ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദേ ആർ ആക്ച്വലി ടേക്കിംഗ് സം വാല്യൂസ് ഫ്രം ദ ട്രഡീഷൻ ആൻഡ് സം ഫ്രം ദ മോഡേൺ ആൻഡ് ബ്ലെൻഡിങ് ഇറ്റ്. ആ റിസൾട്ട് ആണ് നമ്മുടെ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഇത്ര സിമ്പിൾ ആക്കി, ഒട്ടും കോംപ്ലക്സിറ്റി ഇല്ലാതെ സിമ്പിൾ ലെവലിൽ പഠിച്ചു വയ്ക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനും വലിയ സ്ട്രെസ് കൊടുക്കാതെ പഠിച്ചു പോകാൻ പറ്റുന്നു. സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒത്തിരി കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ സിമ്പിൾ ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു വയ്ക്കാം. നോക്കിക്കോ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. CDE ഒള്ളി. CDE ഒള്ളി ശരിയാണെന്നാണ് അല്ലേ? ട്രൂ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. BCD ഒള്ളിയുണ്ട്, ABC ഒള്ളിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് CADE ഒള്ളിയുണ്ട്. ഓക്കെ, ഏതാ ഇതിനകത്ത് ശരിയെന്ന് പറയാൻ പറ്റുന്നത്? നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? അതായത് നമ്മുടെ എയും ബിയും സിയും ആണ്. ലിബറൽ ഹ്യൂമനിസത്തിന് എങ്ങനെയാണ് ഡിക്ലൈൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഡിക്ലൈൻ ആയിട്ട് വീണ്ടും ഹ്യൂമനിസത്തിന്റെ കൂടുതൽ പവേഴ്സ് ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കൽ സ്കോളർഷിപ്പിനെ മൊത്തത്തിൽ കളയുകയാണ്. നിയോ ക്ലാസിക്കൽ പീരീഡിൽ മാത്രമായിരുന്നു ക്ലാസിക്കൽ സ്കോളേഴ്സ് ആയിട്ടുള്ള വിർജിലിന്റെയും ഹോമറിന്റെയും ഒക്കെ വർക്കിന്റെ പിന്നാലെ നമ്മുടെ റൈറ്റേഴ്സ് പൊക്കോണ്ടിരുന്നത്. ഇനി മോഡേൺ പീരീഡ് വന്നപ്പോൾ ലോഗോസെൻട്രിക് വേ ഓഫ് തോട്ട്സ് ഉണ്ട്, പക്ഷെ അതിനെ മാത്രമായിട്ട് നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നു, അത് മാത്രമുള്ള കാലമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ലിബറൽ ഹ്യൂമനിസം ഒന്ന് ഡിക്ലൈൻ ആയിട്ട് ഹ്യൂമനിസത്തിന്റെ പുതിയ പുതിയ ഐഡിയാസ് ഫോസ്റ്റർ ചെയ്ത് വരുന്ന ഒരു സമയമായിരുന്നു. അടുത്ത നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. Modernist literature originated in the 19th and early 20th century. Okay, 19th സെഞ്ചുറിയിലും late 19th സെഞ്ചുറിയിലും early 20th സെഞ്ചുറിയിലുമാണ് ഇതിന്റെ ഒറിജിൻ നമ്മൾ ട്രേസ് ചെയ്യുന്നത്. And is characterized by a self-conscious separation from traditional ways of writing in both poetry and prose fiction writing. Modernism experimented with literary form and expression as exemplified by Ezra Pound's maxim to make it new. Okay, modernist literature originated in the late 19th and early 20th century. ഇനി അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മോഡേണിസം എക്സ്പെരിമെന്റഡ് വിത്ത് ലിറ്റററി ഫോം ആൻഡ് എക്സ്പ്രഷൻ ആസ് എക്സംപ്ലിഫൈഡ് ബൈ എസ്രാ പൗണ്ട്സ് മാക്സിം ടു മേക്ക് ന്യൂ. ഓക്കെ, അതായത് മേക്ക് ന്യൂ എന്ന് പറയുന്ന ഒരു ഫ്രേസ് കൊണ്ടുവരുന്നുണ്ട്, ഒരു മാക്സിം കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്രാ പൗണ്ട് റൈറ്ററിലുപരി ഒരു ഇമേജിസ്റ്റ് ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. ഇമാജിസത്തിന്റെ പല ഐഡിയാസും അത് ലിറ്ററേച്ചറിൽ കൊണ്ടുവരാനായിട്ടും ഒബ്ജക്ട്സും ഷേപ്സും ഒക്കെ തന്നെ നമുക്ക് എങ്ങനെ ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യാം ഇതിനെക്കുറിച്ചായിരുന്നു കൂടുതലായിട്ടും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ടൈം പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ കൂടെയാണ് പൗണ്ട്. തിയറി മാത്രമല്ലായിരുന്നു, നല്ല കവിതകളും കഥകളും ഒക്കെ പൗണ്ടിന്റെ ഭാഗത്തുനിന്ന് കിട്ടി. മോഡേണിസം ഇൻ ലിറ്ററേച്ചർ വാസ് എ മൂവ്മെന്റ് ദാറ്റ് എംഫസൈസ്ഡ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് ബ്രേക്കിംഗ് വിത്ത് ട്രഡീഷൻ. ഓക്കെ, എക്സ്പെരിമെന്റേഷനും ട്രഡീഷനിൽ നിന്നും ബ്രേക്ക് അവേ ചെയ്യാനും ഒക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി എക്സ്പ്ലോറേഷൻ ദാറ്റ് ലാസ്റ്റഡ് ഫ്രം ദ late 19th century to the mid 20th century. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മോഡേണിസം ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ്. അത് എംബസൈസ് കൊടുക്കുന്നത് എക്സ്പെരിമെന്റേഷനും ബ്രേക്കിംഗ് വിത്ത് ട്രഡീഷനും ഒക്കെ തന്നെയാണ്. ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി എക്സ്പ്ലോറേഷൻ. ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി എക്സ്പ്ലോറേഷൻ നടന്ന ഒരു കാലഘട്ടമാണ്. ദാറ്റ് ലാസ്റ്റഡ് ഫ്രം ദ late 19th century to the mid 20th century. ഓക്കെ, ഏതായിരുന്നു കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ late 19th century മുതൽ നമ്മുടെ mid 20th century വരെയാണ് ഇതിന്റെ ഒരു ടൈം ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു കാലം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മോഡേൺ പീരീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന് നമ്മുടെ എന്താണ് എക്സ്പെരിമെന്റേഷൻ. ഇനി എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമനിസം, ലിബറൽ ഹ്യൂമനിസം ഒന്ന് ഡിക്ലൈൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഹ്യൂമനിസത്തിന്റെ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശരിക്കും അന്ന് എക്സിസ്റ്റ് ചെയ്ത ഹ്യൂമനിസം ഡിക്ലൈൻ ആവുന്നത്. 122ാമത്തെ ചോദ്യത്തിനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. മോഡേണിസം ആയിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഈസി ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരും കേട്ടോ. അടുത്തത് ഓഫ് കോഴ്സ് ക്രോണോളജി ആണ്. അറേഞ്ച് ദ ഫോളോവിംഗ് നോവൽസ് ഓഫ് D.H. ലോറൻസ്. അപ്പൊ തന്നിട്ടുള്ള നോവൽ എല്ലാം ലോറൻസിന്റെ ആണ്, D.H. ലോറൻസിന്റെ ആണ്. ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ പബ്ലിക്കേഷൻ. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷനിൽ നമ്മൾ D.H. ലോറൻസിന്റെ നോവലുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അതെ, എല്ലാം ലോറൻസ് നോവലുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോവൽ എന്ന് വായിച്ചേ. വിമൻ ഇൻ ലവ്, ദ വൈറ്റ് പീകോക്ക്, സൺസ് ആൻഡ് ലവേഴ്സ്, ദ റെയിൻബോ, ദ ട്രെസ്പാസർ. വിമൻ ഇൻ ലവ്, ദ വൈറ്റ് പീകോക്ക്, സൺസ് ആൻഡ് ലവേഴ്സ്, ദ റെയിൻബോ, ദ ട്രെസ്പാസർ. ഇത്തവണത്തെ പരീക്ഷ എഴുതിയവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുണ്ടാവും. ഈ പരീക്ഷ എഴുതിയിട്ട് വിജയിച്ചവരും അതുപോലെ തന്നെ ചിലപ്പം ചില സ്കോറുകൾ, ചില മൈന്യൂട്ട് സ്കോർ ഡിഫറൻസ് കാരണമൊക്കെ കിട്ടാതെ പോയവരുണ്ടാവും. നല്ല രീതിയിലുള്ള സ്കോർ ഡിഫറൻസ് കാരണം പോയവരും ഉണ്ടാവും. ഓക്കെ, അതായത് അങ്ങനെ വന്ന അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങോട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളുക. ഇന്ന് തന്നെ തുടങ്ങിക്കോളുക. എന്നിട്ട് എങ്ങനെയും നിങ്ങളുടെ ഡ്രീം അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും എഴുതി കിട്ടാത്തത് കാരണം ഇനി വേണ്ട എന്ന് വെക്കേണ്ട ഒരു പരീക്ഷ അല്ല നെറ്റ് പരീക്ഷ. നമുക്കൊക്കെ കിട്ടും. ഇനി ഈ ടോപ്പ് 6% എന്ന് പറയുമ്പോൾ ഓരോ തവണയും 2 സൈക്കിൾസ് വെച്ച് എല്ലാ വർഷവും നടന്ന് 6% വെച്ച് എലിജിബിൾ ആയിട്ട് മാറുകയാണ്. ആ എലിജിബിൾ ആയിട്ട് JRF വരെ കിട്ടിയ ആൾക്കാർ പിന്നീട് എഴുതുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ 1-2 സൈക്കിളൊക്കെ എഴുതിയ ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസും വന്നിട്ടുണ്ടാവും. അടുത്ത സൈക്കിളിൽ നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്കുള്ളതാണ്. അത് ജസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതിനുവേണ്ടി തന്നെ ശ്രമിക്കണം. അപ്പൊ നോക്കിക്കോ, നമുക്ക് ഇതിനെ ഒന്ന് ക്രോണോളജിയിൽ അറേഞ്ച് ചെയ്യണേ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് വേണം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ABCDE, ECDAB, BECDA, CAEDB നമുക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് BECDA ആണ് കറക്റ്റ്. BECDA എന്ന് പറയുമ്പോൾ ഏതാ, മൂന്നാമത്തെ അല്ലേ. BECDA ആണ് കറക്റ്റ് വൺ. അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും പറഞ്ഞോ? BCDA. അപ്പൊ B ആദ്യം, അത് കഴിഞ്ഞ് E വരണം, C വരണം, D വരണം, A വരണം. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ എങ്ങനെ പഠിക്കും അല്ലേ? ജസ്റ്റ് ബൈഹർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നല്ലപോലെ എക്സ്പ്ലനേഷൻ വർക്ക് ചെയ്ത് തന്നെ ഇത് പഠിക്കണം. അപ്പൊ ആദ്യം വരുന്നത് ഉറപ്പാണ് ദ വൈറ്റ് പീകോക്ക് ആണ് ആദ്യം പബ്ലിഷ് ചെയ്തത്. പുറകെ വരുന്നത് ട്രെസ്പാസർ ആണ്. ഇനി അടുത്തത് ഏത് വരും? C വരും അല്ലേ? ഇത് മാത്രമല്ല, നമുക്കിത് ഇപ്പോൾ വർഷം താഴെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ ബുക്ക് കയ്യിലുള്ളവർ വർഷം കൂടെ ഒന്ന് എഴുതി വെച്ചോണം. അല്ലാതെ 1, 2, 3 ഇത് അറേഞ്ച് ചെയ്യുന്നത് മാത്രം നമുക്ക് യൂസ് ആയിട്ട് വരില്ല. ഇനി D വരണം. അപ്പൊ റെയിൻബോ നാലാമത്, ദ റെയിൻബോ. അപ്പൊ അഞ്ചാമതാണ് വിമൻ ഇൻ ലവ് വരുന്നതെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒന്ന് നോക്കുവാണേ. അപ്പൊ വൈറ്റ് പീകോക്ക് നമുക്ക് വേണം. വൈറ്റ് പീകോക്കിന്റെ പ്രത്യേകത ഇത് ഫസ്റ്റ് നോവലാണ് കേട്ടോ. അപ്പൊ നമുക്ക് BC അല്ലായിരുന്നു ഓർഡർ. അപ്പൊ വൈറ്റ് പീകോക്ക് ആദ്യം വരും. ഓക്കെ, D.H. ലോറൻസിന്റെ ആദ്യത്തെ നോവലാണ്. സൺസ് ആൻഡ് ലവേഴ്സ് എന്നൊക്കെ പറയുന്ന ലോറൻസിന്റെ നോവലുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പൊ വൈറ്റ് പീകോക്ക്
ഫസ്റ്റ് നോവൽ ബൈ D.H. Lawrence പബ്ലിഷ്ഡ് ഇൻ 1911. 1911 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ലോറൻസ് സ്റ്റാർട്ടഡ് ദ നോവൽ ഇൻ 1906. ഓക്കെ, ലോറൻസ് ഈ നോവൽ എഴുതാൻ തുടങ്ങിയതാണ് 1906. ഓക്കെ, എന്നാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്? 1911 നോക്കിക്കേ, 1911, 12, 30 ആ ഓർഡറിൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുന്ന കേസ് നിങ്ങൾക്ക് അറിയാലോ, ചിലപ്പോൾ ഒരേ നോവൽ തന്നെ രണ്ട് നോവലിന്റെ വർഷം ഒന്ന് തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഒറ്റ ഓപ്ഷനേ അവിടെ ഉള്ളൂ. അപ്പോൾ വൈറ്റ് പീകോക്ക് 1911 നോക്കാം. അപ്പൊ ഇത് എഴുതാനായിട്ട് ഇദ്ദേഹം തുടങ്ങുന്നത് 1906 ആൻഡ് ദെൻ റീറോട്ട് ഇറ്റ് 3 times. ഓക്കെ, ആദ്യത്തെ നോവൽ ആയതുകൊണ്ടാവാം. The early versions had the working title of Laetita. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ പേര് ദ വൈറ്റ് പീകോക്ക് ഒന്നൊന്നും അല്ലായിരുന്നു, ലേറ്റിറ്റ എന്നായിരുന്നു. 3 തവണ എഴുതിയിട്ട് അല്ലേ ഇത് ശരിയാക്കുന്നത്. മോറിസ് ഗ്രിഫാൻസ് 1891 പെയിന്റിംഗ് ആൻ ഐഡിൽ ഇൻസ്പയർഡ് ദ നോവൽ ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് D.H. ലോറൻസിന് വൈറ്റ് പീകോക്ക് എന്ന 1911 പബ്ലിക്കേഷൻ നോവൽ എഴുതാനായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് നിന്ന പെയിന്റിംഗ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണാലിസയൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. മോറിസ് ഗ്രിഫ്ഗാഹന്റെ ആൻ ഐഡിൽ എന്ന പെയിന്റിംഗ് ആണ് അതിന് റീസൺ. ഇനി ആ ഐഡിൽ പെയിന്റിംഗ് വന്ന വർഷമൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ അത്രയും കോംപ്ലക്സ് പരീക്ഷയാണെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ വൈറ്റ് പീകോക്ക് എഴുതാനായിട്ട് ആദ്യത്തെ നോവലായിട്ടുള്ള വൈറ്റ് പീകോക്ക് എഴുതാനായിട്ട് നമ്മുടെ ലോറൻസിന് പ്രചോദനം ഉണ്ടായിരുന്നു. അത് ആൻ ഐഡിൽ എന്ന പെയിന്റിംഗ് ആണ്. അടുത്ത ട്രെസ്പാസർ ആണ് അല്ലേ. ട്രെസ്പാസർ വളരെ ചുരുങ്ങിയ കാര്യം മാത്രമേ ഉള്ളൂ, കാരണം നമുക്ക് ഒത്തിരി പറയാനുണ്ട് ഓരോ നോവലിനെ കുറിച്ചും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടും കളയാൻ പറ്റാത്ത പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The Trespasser is a 1912 novel by D.H. Lawrence set mostly on the Isle of Wight. It tells the story of Sigmund, a married man with children, and his adulterous affair with Helena. Okay, കുടുംബവും ഭാര്യയൊക്കെ ഉള്ള സിഗ്മണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ഒരു അഡൾട്രസ് അഫെയർ ഉണ്ട് ഹെലേന എന്ന പെൺകുട്ടിയുമായിട്ട്, ഓക്കെ, ലേഡിയുമായിട്ട്. അപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞത് ട്രെസ്പാസറിൽ പറയുന്നത്. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, നമ്മൾ ബോർഡൊക്കെ വെക്കത്തില്ലേ. സോ ദിസ് മാൻ ഈസ് ആക്ച്വലി എ ട്രെസ്പാസർ in the life of Helena. ഹെലനയായിട്ട് ബന്ധം ഉണ്ടാകേണ്ട ഒരാളല്ല, ഒരു ഔട്ട്സൈഡർ തന്നെയാണ്, ബട്ട് ഹി ഈസ് മേക്കിംഗ് റിലേഷൻസ്. അടുത്തത് നമുക്കുള്ളത് സൺസ് ആൻഡ് ലവേഴ്സ് ആണ്. ഒരു 1930 നോവലാണ്, നമ്മുടെ ഇംഗ്ലീഷ് റൈറ്റർ D.H. ലോറൻസിന്റെ നോവലാണ്. ഇറ്റ് ട്രേസസ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ത്രൂ ദ protagonist Paul Morrell and his suffocating relationship with a demanding mother and two very different lovers which exert complex influences. അപ്പോൾ സൺസ് ആൻഡ് ലവേഴ്സ് 1913. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ 11, 12, 13, 15, 14 ഇല്ല, നേരെ പിന്നെ 15 വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കുള്ളത് ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളാണ്. ഒരു പ്രോട്ടഗോണിസ്റ്റിനെ നമുക്ക് കാണാം, പോൾ മോറൽ എന്നാണ് പേര്. ആൻഡ് ഹിസ് സഫോക്കേറ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എ ഡിമാൻഡിങ് മദർ. ഒരു ഡിമാൻഡിങ് മദർ ആണ് ഇദ്ദേഹത്തിനുള്ളത്. 2 വെരി ഡിഫറെന്റ് ലവേഴ്സ് ഉണ്ട്, മോശക്കാരനല്ല, 2 ലവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. വിച്ച് എക്സർട്ട് കോംപ്ലക്സ് ഇൻഫ്ലുവൻസസ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് ദ മാൻഹുഡ്. നമ്മൾ ഒട്ടും തെറ്റായിട്ട് പറയല്ല, എന്നാൽ പോലും വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു റിസൾട്ട് തന്നെയാണിത്. ഓക്കെ, നമുക്ക് ഇന്ന് പലതും നമ്മുടെ കേരളം അടക്കമുള്ള പല പ്ലേസസിലും നമുക്ക് ഇതേപോലെയുള്ള വെസ്റ്റേൺ ഇൻഫ്ലുവൻസുകൾ കാണാം. എങ്കിൽ പോലും ദേ യൂസ് ടു മേക്ക് ലൈഫ് മച്ച് ഫ്രീ. ഓക്കെ, അവർ കൂടുതലായിട്ടും പാർട്ടീസ്, അവരതിന് നോവലുകളിലൊക്കെ ബോൾസ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ത്രോ ദ ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് പാർട്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും ടീനേജ് ഗ്രൂപ്പുകൾക്ക്, അഡൾട്ട്സിന്, വിമൻ, മെൻ, അവർക്കെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു ജോയ് ഒക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂഡാണ് അവരുടെ ഒരു കൾച്ചറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാ ഫോറിനേഴ്സും അങ്ങനെയല്ല, കാരണം ഇപ്പം നമുക്ക് വെസ്റ്റേൺ ലാൻഡുകളിൽ പലതിലും നമ്മളും ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. നമ്മളും പല സ്ഥലങ്ങളിലും ഇന്ന് പോയിട്ടുണ്ട് മൈഗ്രൻസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറൊക്കെ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും. ഓക്കെ, എന്നാലും നമുക്ക് ഈ സൺസ് ആൻഡ് ലവേഴ്സ് പോലെയുള്ള വർക്കിൽ ആ ഒരു ഐഡിയ ആണ് കാണാൻ പറ്റുന്നത്. സോ ആസ് എ സൺ ദിസ് മാൻ ഈസ് ആക്ച്വലി ഹാവിംഗ് എ വെരി സ്ട്രിക്റ്റ് മദർ ആൻഡ് ലവേഴ്സ് മച്ച് കോംപ്ലിക്കേറ്റിംഗ് വൺസ്. The Rainbow is a novel by British author D.H. Lawrence. First published by Maydun and Company in 1950. It follows 3 generations of Brangwyn family living in Nottinghamshire, focusing particularly on the individual struggle to growth and fulfillment with the confining structures of English social life. Okay, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര ജനറേഷന്റെ കഥയാ? 3 ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാൻഡ് ഫാദറിന്റെ മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 3rd ജനറേഷൻ ആളിന്റെ മദർ,
ആൻഡ് ഈ ഗ്രാൻഡ് ഫാദറിന് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനുള്ള ഗ്രാൻഡ് ചിൽഡ്രൻ, അങ്ങനെയുള്ള 3 ജനറേഷനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സോഷ്യൽ ലൈഫ്, ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റാൻഡേർഡുകളിൽ ഒക്കുപ്പൈ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റെയിൻബോയിൽ കാണാൻ പറ്റും. ഓക്കെ, ദേ ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ എ റെയിൻബോ ഇൻ ദെയർ ഓൺ ലൈഫ്. Women in Love is a 1920 novel by English author D.H. Lawrence. It is a sequel to his earlier novel, The Rainbow. The Rainbow ഒരു next step ആണ്. And following the continuing loves and lives of Brangwyn sisters, Gudrun and Ursula. Gudrun Brangwyn, an artist, pursues a destructive relationship with Gerald Critch, an industrialist. Okay, അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഗുഡ്രൻ ബ്രാങ്ക്വീനെയാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. He pursues a destructive relationship with Gerald Critch. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് ഒരു ആർട്ടിസ്റ്റ് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. വളരെ ബുദ്ധിമുട്ടിലേക്കും ക്രൈസിസിലേക്കും ഒക്കെയാണ് അത് പോകുന്നത്. കാരണം ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് എൻറ്റയർലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫഷൻ്റെ ഡിപ്പെൻഡൻസുമാണ് അവർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നോവലുകളെല്ലാം നമ്മുടെ D.H. ലോറൻസിൻ്റെ ആയിരുന്നു. ഈ കൂട്ടത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സൺസ് ആൻഡ് ലവേഴ്സ് ആയിരുന്നു. ഇനി ഇതിനകത്തിൽ ഏതാണ് D.H. ലോറൻസിൻ്റെ ആദ്യത്തെ നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്കറിയാം, ദ വൈറ്റ് പീകോക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർഷം ഇപ്പോൾ നമുക്കറിയാമല്ലോ, 1911 ഉണ്ട്, 12 ഉണ്ട്, 13, 15 ആൻഡ് യു ക്യാൻ സീ ദ ലാസ്റ്റ് നോവൽ വിമൻ ഇൻ ലവ് 1920s വന്നിട്ടുള്ള നോവലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോവലുകളും D.H. ലോറൻസിൻ്റെ ആണ്. അപ്പോൾ ഇദ്ദേഹം വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റ് കൂടെ ആയിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള നോവലിസ്റ്റുകൾ, ഇപ്പോൾ ടോപ്പ് 5 നോവലിസ്റ്റ് ഓഫ് യുവർ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയാൻ സാധ്യതയുള്ള ഒരു നോവലിസ്റ്റിന്റെ പേര് തന്നെയാണ് D.H. ലോറൻസ്. ഓക്കെ, സൺസ് ആൻഡ് ലവേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് 123 ചോദ്യമാണ് വരുന്നത്. അതൊരു പോയിട്രി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. കീപ് ലേണിംഗ്. താങ്ക് യു.